ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനായിട്ട് പറ്റും. ടാക്കോസിൻ്റെ ഒക്കെ ഷേപ്പിലാണ് ഇരിക്കുന്നത്, പക്ഷെ നമ്മളിത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് വളരെയധികം ഈസിയാണ്. ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ടോ? ചിക്കൻ ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ചിക്കന് പകരം മുട്ട വേണേലും എടുക്കാം. അപ്പോൾ ചിക്കൻ ഇപ്പം വാങ്ങിച്ച സമയത്ത് ഒരു 3-4 കഷ്ണം എടുത്ത് മാറ്റി വെച്ചതാണ്. അതാണിത്. ഒരു 100 ഗ്രാമൊക്കെ ഉണ്ടാവുമായിരിക്കും. എല്ലൊക്കെയുള്ള കഷ്ണങ്ങൾ തന്നെയാണ്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് അധികമായി പോകരുതേ. ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. ഇത് വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്യാം. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിത് ഇപ്പം തന്നെ അങ്ങ് വെക്കുകയാണ്. കുക്കറിലേക്കിട്ട് ശകലം വെള്ളം ഒഴിച്ച് അങ്ങ് അടച്ചു വെച്ച് അങ്ങ് 2-3 വിസിലിന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കെടുത്ത് എല്ല് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കന് പകരം മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 മുട്ട പുഴുങ്ങി പൊടിച്ച് എടുത്തിരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തങ്ങ് എടുക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ റെഡ് ക്യാപ്സിക്കം ഉണ്ട്, ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കം ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ചേർക്കണമെന്നില്ല. സവാള മാത്രമായാലും മതി. നമുക്ക് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഓയിൽ മാത്രമായാലും മതി, ബട്ടർ ചേർക്കണമെന്നില്ല. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. രണ്ടും സെപ്പറേറ്റ് ആണെങ്കിൽ 1/4 ടീസ്പൂൺ വെച്ച് ഇട്ടാൽ മതി. അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടിട്ട് ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടിയിരുന്നാൽ മതി. അതൊന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു പകുതി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവുള്ളൂ. അതോടെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇതൊക്കെ സോട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പുണ്ട്, പിന്നെ ഒറിഗാനോ സീസണിങ്ങിലും ഉപ്പുണ്ട്, വേവിച്ച ചിക്കനിലും ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് അധികമായി പോകും. അതൊരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണാണ്. അതിൻ്റെ കൂടെ തന്നെ ഒറിഗാനോ സീസണിങ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നടുവിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ ആ മൈദയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ. ഓയിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൈദയുടെ ഒരു കളറ് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവും പാലാണ് ഒഴിക്കുന്നത്. ഒഴിച്ചത് തിളയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കായിട്ട് വരും. നമ്മളിപ്പോൾ മൈദ ചേർന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ പെട്ടെന്ന് തിക്കായി നല്ലൊരു കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ മയോണൈസ് ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചതില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 6 സ്ലൈസ് ബ്രെഡ് എടുക്കാം. നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ കുക്കി കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ കറിപ്പാത്രമൊക്കെ ഇല്ലേ, അതുണ്ടെങ്കിൽ അത് ജസ്റ്റ് വെച്ചൊന്ന് തിരിച്ചു കൊടുത്താൽ മതി, കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അത് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ കുറച്ച് വലിയ പാത്രമാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബ്രൗൺ പോർഷനും വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇനിയൊന്നുമില്ല, എല്ലാം ഒന്ന് അസംബിൾ ചെയ്ത് വെക്കണം, അത്രയേ ഉള്ളൂ. 6 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ലൈറ്റായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിലേക്കും ഈ കൂട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തങ്ങ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് സ്ലൈസ് മുറിച്ചിട്ടങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 2 ചീസ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇത് 3 എണ്ണത്തിനും കൂടി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അടുത്ത ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തങ്ങ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് അവിടെ ഇരുന്നോളൂ. നമ്മുടെ ഉള്ളിലത്തെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലല്ലേ, അതവിടെ അങ്ങനെ തന്നെ ഇരുന്നോളും. എല്ലാത്തിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറാക്കി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചൂടായിരിക്കുന്ന ദോശക്കല്ലിലോട്ട് തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തെ സൈഡിലും ബട്ടർ തേച്ച് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ആയാലും മതി. തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആ പാനിൻ്റെ മേലെ കുറച്ച് ഓയിലാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. നെയ്യായാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഇത് ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട, തീ കുറഞ്ഞിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ആ സൈഡ് ഒന്നൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുക്കാം. റെഡിയായി. ഇനി നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിയൂടെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ.
കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മോൾ ഭാഗത്തായിട്ട് ടൊമാറ്റോ സോസ് കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പറയില്ലേ, നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായുകൊണ്ട് മാത്രമല്ല കഴിക്കേണ്ടത്, മൂക്കുകൊണ്ട് അത് മണത്ത് കഴിക്കണം. പിന്നെ അത് മാത്രമല്ല കണ്ണുകൊണ്ട് ആനന്ദകരമായിരിക്കണം കാണാനായിട്ട്. ഇത് മൂന്നും കൂടെ വരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ടൊമാറ്റോയും ക്യാപ്സിക്കവും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതും, സവാള വേണമെങ്കിൽ സവാള വെച്ച് കൊടുക്കാം, ഒരു മല്ലിയിലയും കൂടെ ഭംഗിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരു സ്നാക്കായിരിക്കും ഇത്. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇതങ്ങ് ഉണ്ടാക്കി വെച്ച് ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സ് നിറയും. അവർ പെട്ടെന്ന് എടുത്ത് കഴിക്കുകയും ചെയ്തോളൂ. വീണ്ടും വീണ്ടും ഉണ്ടാക്കി തരാൻ പറയും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. പുറം ഭാഗമൊക്കെ നല്ല മുരിഞ്ഞാണ് ഇരിക്കുന്നത്. കഴിക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. മയോണൈസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാന്, കുറച്ച് ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ക്രിസ്പിനെസ് ഉണ്ട് പുറം ഭാഗത്ത്, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇപ്പോൾ ഇതാ ചിക്കു വരുന്നുണ്ട്, നമുക്ക് ചിക്കുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അടിപൊളി സാധനം. ചിക്കനാ ഫീലിംഗ്, അടിപൊളി. നമ്മുടെ ഒക്ടോബർ മാസത്തെ ഗിവ് അവേ വിന്നേഴ്സിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ഒക്ടോബർ മാസത്തിലേക്ക് മൊത്തം വന്ന മെയിലുകളുടെ എണ്ണം 3956 അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യാം. 3956. ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് 2222 ആരാ നോക്കാം. 2222 ശ്രേയ സജിത്ത് ഉത്രം @gmail.com. കൺഗ്രാറ്റുലേഷൻ ശ്രീയ സജിത്ത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. 3956 സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് 1479 ആരാ നോക്കാം. 1479 സൂറ ജൊവ്വ എം. മെയിൽ ഐ ഡി വരുന്നത് mm3092953 കൺഗ്രാറ്റുലേഷൻ സുഹറ. നമ്മുടെ 2 വിന്നേഴ്സിനും കൺഗ്രാറ്റുലേഷൻ. വിന്നേഴ്സിന് അവർ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഇവിടുന്ന് അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. സമ്മാനങ്ങൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട, ഗിവ് അവേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോയുടെ ലിങ്ക് ഉണ്ട്, അത് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.